الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الحديث الشريف كتاب الأربعين النووية. الحديث أن عبد الله بن عباس رضي الله عنهما قال كنت خلف رسول الله صلى الله عليه وسلم يوما فقال يا غلام إني أعلمك كلمات احفظ الله يحفظك احفظ الله تجد تجاهك إذا سألت فاسأل الله وإذا استعنت فاستعن بالله واعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك وإن اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء كتبه الله عليك رفعت الأقلام وجفت الصحف. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടാണ് എപ്പോഴും ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനോട് സഹായം ചോദിച്ച് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോഴും അള്ളാഹു നമ്മെ സഹായിക്കാനുണ്ടാവും. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും നമുക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാലും അള്ളാഹു എന്തൊരു ഉപകാരമാണോ നമുക്കുണ്ടാവാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഉപകാരം മാത്രമേ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും നമുക്ക് ചെയ്തു തരാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഇനി അവരെല്ലാവരും കൂടെ ഒരാളെ ബുദ്ധിമുട്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്കൊരു ബുദ്ധിമുട്ട് എത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ചെയ്യുവാൻ സാധിക്കുകയുമില്ല. റഫീഅത്തുൽ അഖ്ലാം, ഈ ഒരു കാര്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യമേ എഴുതി വെച്ചതാണ്. ആ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ അതുപോലെ ആ എഴുത്ത് പൂർത്തിയാവുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് സംഭവിക്കുക. അപ്പോൾ ഏതൊരു കാര്യം ദുനിയാവിൽ നടക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോടെയും അള്ളാഹുവിൻ്റെ ഉദ്ദേശ കൽപ്പനയും ഒക്കെ അനുസരിച്ചാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമേ സഹായം തേടേണ്ടതും സഹായം ചോദിക്കേണ്ടതും ഏതൊരു കാര്യത്തിനു വേണ്ടിയും നാം ചോദിക്കേണ്ടതൊക്കെ റബ്ബിനോട് മാത്രമാണ്. ആ ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഹദീസിലേക്ക് നോക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസാണിത്. കുന്തു, ഞാനായിരുന്നു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ട് പിറകിലായിരുന്നു. റസൂലിങ്ങനെ നടന്നു പോകുമ്പോൾ തൊട്ട് പിറകിലായിട്ട് അങ്ങനെ നടന്നു പോകുന്ന ഒരു കാര്യം പോലെ. കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഫഖാല, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തി, ഞാൻ തീർച്ചയായും നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. കലിമത്ത് പറഞ്ഞ വാക്കുകൾ, കലിമാത്ത് പറഞ്ഞ വാക്കുകൾ, കലിമത്ത് വാചകം, കലിമാത്ത് പറഞ്ഞ വാക്കുകൾ. ഇന്നി ഉഅല്ലിമുക, ഞാൻ തീർച്ചയായും നിന്നെ പഠിപ്പിക്കും, കലിമാത്തിൻ, കുറച്ച് വാചകങ്ങൾ നിന്നെ പഠിപ്പിക്കും. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഹ്ഫദില്ലാഹ യഹ്ഫദക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫദക, അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ തജിദുഹു, നീ അവനെ എത്തിക്കും, തുജാഹക, നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. അള്ളാഹു നമുക്ക് ഏത് രൂപത്തിലാണോ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു നമ്മെ സഹായത്തിന് എത്തുന്നതാണ്. അത് പല രൂപത്തിലുമായിരിക്കും അള്ളാഹു നമ്മെ സഹായിക്കുക. നമുക്ക് ആവശ്യമാവുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്നതാണ്. ഇദാ സഅൽത, നീ ചോദിക്കുകയാണ്, ചോദിച്ചാൽ ഫസ്അലില്ലാ, അപ്പോൾ നീ അള്ളാഹുവിനോട് ചോദിക്കുക.
വൈദസ്തഅൻത നീ സഹായം തേടിയാൽ ഫസ്തഇൻ ബില്ലാ അപ്പോൾ നീ അള്ളാഹുവിനോട് സഹായം തേടുക. വാലം നീ മനസ്സിലാക്കുക അന്നൽ ഉമ്മത്ത തീർച്ചയായും ഈ സമുദായം ലവിജ്തമഅത് അവർ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അലാ അൻ യൻഫഊക നിനക്കൊരു ഉപകാരം ചെയ്യലിന് മേൽ ബിഷൈഇൻ ഒരു കാര്യം കൊണ്ട് ഈ ലോകത്തുള്ള ഒരു ഉമ്മത്ത് ഒരു സമുദായം മുഴുവൻ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ എല്ലാ കാര്യവും നിനക്ക് ഉപകാരമായി ചെയ്യാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചിട്ട് നിനക്ക് ഉപകാരമായി അവർ ചെയ്തു തന്നാൽ ലം യൻഫഉക അവർ നിനക്ക് ഉപകാരം ചെയ്തിട്ടില്ല ഇല്ലാ ബിഷൈഇൻ ഒരു കാര്യം കൊണ്ടല്ലാതെ ഖദ് കതബഹുല്ലാഹു ആ ഒരു കാര്യത്തെ അള്ളാഹു എഴുതിയിരിക്കുന്നു ലക്ക് നിനക്ക് അനുകൂലമായിട്ട്. അപ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏതൊരു കാര്യമാണോ ഒരാൾക്ക് ഉണ്ടാവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം മാത്രമേ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും അയാൾക്കുണ്ടാവാൻ സാധിക്കുകയുള്ളൂ. അയാൾക്ക് ആ ഉപകാരം മാത്രമേ അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു വിചാരിക്കാത്ത അള്ളാഹു ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു ഉപകാരവും ആരും ഒരുമിച്ച് കൂടിയാലും ചെയ്തു കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനു വേണ്ടി നമ്മൾ സഹായം ചോദിക്കുകയാണെങ്കിലൊക്കെ പടച്ച റബ്ബിനോട് മാത്രം സഹായം ചോദിക്കുക. നമുക്ക് ഉള്ള ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് റബ്ബിനോട് മാത്രം ദുആ ചെയ്യുക. എന്നാൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അള്ളാഹു നമ്മെ സഹായിക്കാനുണ്ടാവും. പ്രത്യേകം റസൂൽ പറയുന്നത് ലോകത്തെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം അവർക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇനിയോ വൈനിജിത്തമാവോ അവർ ഒരുമിച്ച് കൂടി നിന്നെ ബുദ്ധിമുട്ടിക്കലിനെ മേൽ ബിഷൈൻ വല്ല കാര്യം കൊണ്ടും ഒരു വസ്തു കൊണ്ടും വല്ല കാര്യം കൊണ്ടും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ അവർ ഉദ്ദേശിച്ചാൽ ലം യളുറൂക അവർ നിന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല ഇല്ലാ ബിഷൈഇൻ ഒരു കാര്യം കൊണ്ടല്ലാതെ ഖദ് കതബഹുല്ലാഹു ആ ഒരു കാര്യത്തെ അള്ളാഹു എഴുതിയിരിക്കുന്നു അലൈക നിനക്ക് പ്രതികൂലമായിട്ട്. നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്ന് അള്ളാഹു കരുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു കാര്യവും നിനക്ക് ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ അവർക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല. റുഫിയത്തുൽ അഖ്ലാം വജഫത്ത് സുഹഫ് റുഫിയത്തുൽ അഖ്ലാം പേനകളൊക്കെ ഉയർത്തപ്പെട്ടിരിക്കുന്നു. വജഫത്ത് സുഹഫു പേജുകളൊക്കെ എഴുതി ഉണങ്ങിപ്പോയിരിക്കുന്നു. അഥവാ ഈ അള്ളാഹു നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായ റബ്ബ് തുടക്കത്തിലേ എഴുതി വച്ചിട്ടുണ്ട്. ആ എഴുതിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അള്ളാഹു അന്ന് എഴുതി വെച്ച കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ദുനിയാവിൽ സംഭവിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. കാരണം ദുആ മാത്രമാണ് ഖലാഇനെ തട്ടിമാറ്റാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹുവിനോട് നന്നായിട്ട് ദുആ ചെയ്യുക. എന്നാൽ നമുക്ക് ഷർറായി ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഇല്ലാതായി പോവും. റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ലോകത്ത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുകയും അള്ളാഹുവിനെ പരമേൽപ്പിച്ച് നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുക. ഈ ഒരു ഹദീസ് മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്. അഫീ റിവായത്ത് ഓയർ തുർമിദി തൊട്ട് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് തുർമിദി ഇമാം റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഈ ഒരു ഇത് തുർമിദി ഇമാം അല്ലാത്ത ആളുകൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. അങ്ങനത്തെ ഒരു ഹദീസിൽ പറയുന്നത് ഇഹ്ഫദില്ലാഹ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നാൽ തജിദു നീ അള്ളാഹുവിനെ എത്തിക്കും അമാമക്ക നിൻ്റെ മുന്നിൽ. നമ്മൾ എപ്പോഴാണോ അള്ളാഹുവിന് ആവശ്യമുള്ളത് ആ സന്ദർഭ സാഹചര്യത്തിൽ അള്ളാഹു നമുക്ക് സഹായത്തിനെത്തും. തഅറഫ് നീ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കോ, തിരിച്ചറിഞ്ഞു അള്ളാഹുവിലേക്ക് നീ തിരിഞ്ഞോ. തഅറഫ് ഇലല്ലാഹി അള്ളാഹുവിലേക്ക് നീ തിരിഞ്ഞു പറഞ്ഞാൽ അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കിക്കോ. ഫിർറഹായി നിനക്ക് ക്ഷേമങ്ങളുള്ള സമയത്ത്, അഥവാ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ല സുഖസൗകര്യങ്ങളൊക്കെ ഉള്ള സമയത്തും അള്ളാഹുവിനെ നമ്മൾ നന്നായി ആരാധിക്കുക. ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് അള്ളാഹുവിനെ ആരാധിച്ചാൽ
യഅരിഫുക അള്ളാഹു നിന്നെ തിരിച്ചറിയും ഫിഷിദ്ദത്തി പ്രയാസഘട്ടത്തിൽ. നമുക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് അള്ളാഹു നമ്മെ തിരിച്ചറിയും. ഇതൊരു പ്രത്യേക കാരണം, ആളുകൾക്ക് ബുദ്ധിമുട്ടെത്തിയാൽ എല്ലാ ആളുകളും അള്ളാഹുവിനെ നന്നായി പ്രാർത്ഥിക്കും. പക്ഷേ പ്രയാസങ്ങളൊന്നുമില്ലാത്ത നല്ല നല്ല സാഹചര്യങ്ങളിൽ എല്ലാവരും അള്ളാഹുവിനെ മറക്കും. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും നീ ആവരുത്. പകരം നിനക്ക് നല്ല സൗകര്യങ്ങളും നല്ല സന്തോഷമൊക്കെയുള്ള സമയത്ത് നീ അള്ളാഹുവിനെ ആരാധിക്കുക. എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അള്ളാഹു നമ്മെ തിരിച്ചറിയും. അള്ളാഹു നമുക്കതിന് സഹായത്തിനെത്തും. വായലം നീ മനസ്സിലാക്കിക്കോ, അന്ന മാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിന്നെ തൊട്ട് പിഴപ്പിച്ച ഒന്ന്, നിന്നെ തൊട്ട് പിഴച്ചു പോകുന്ന ഒന്ന്, ലം യകുൻ ലിയുസീബക, അത് നിന്നിലേക്ക് എത്തുകയുമില്ല. വമാ അസാബക, നിന്നിലേക്ക് എത്തുന്ന ഒന്ന്, ലം യകുൻ ലിയഖ്തിക, നിന്നെ തൊട്ട് പിഴപ്പിക്കുകയുമില്ല. അഥവാ വരാൻ വിധിച്ചത് വഴിയിൽ തങ്ങൂല എന്ന് പറയുന്നത് പോലെ നമുക്ക് വരുമെന്ന് അള്ളാഹു കരുതിയ കാര്യങ്ങൾ നമുക്ക് വരിക തന്നെ ചെയ്യും. വരാത്തൊന്നും നമുക്ക് വരികയുമില്ല. അതുകൊണ്ട് റബ്ബിന് മാത്രം തവക്കുലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക. മറ്റുള്ള ആളുകളൊന്ന് പേടിച്ചിട്ട് ജീവിക്കേണ്ട ഒരാവശ്യം നമുക്കില്ല. മുഅ്മിനായ ഒരു വ്യക്തിക്കും ഇല്ല. ആളുകളെ പേടിച്ചിട്ട് ജീവിക്കേണ്ട ഒരാവശ്യമില്ല. അതാ നമുക്ക് വരാൻ വിധിച്ചത് എന്തായാലും നമ്മളിലേക്ക് വരും. നമുക്ക് വരാൻ വിധിക്കാത്തതോ ഒന്നും വരികയുമില്ല. അതൊക്കെ തവക്കുലിൻ്റെ അങ്ങേ ഒരു ഉപദേശം കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അന്നമ്മ അഖ്തഅക, നിന്നെ തൊട്ട് പിഴപ്പിച്ച ഒന്നാൽ നിന്നിലേക്ക് വരാതെ മറ്റൊരാളിലേക്ക് പിഴച്ചു പോകുന്ന ഒന്ന്, ലം യകുൻ ലിയുസീബക, നിന്നിലേക്ക് എത്തുകയുമില്ല. വമാ അസാബക, നിനക്ക് എത്തുന്ന ഒന്ന്, ലം യകുൻ ലിയഖ്തിഅക, അത് നിന്നെ തൊട്ട് പിഴച്ചു പോവുകയുമില്ല. വാലം നീ മനസ്സിൽ അറിഞ്ഞോ, അന്ന നസ്ര, തീർച്ചയായും സഹായം ലഭിക്കുക, മഅസ്സബരി, ക്ഷമയോട് കൂടെയാണ്. അന്നൽ ഫറജ, തീർച്ചയായും ഈ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോവൽ, മഹൽ കരബി, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ പ്രയാസങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയാണ്. ആ ബുദ്ധിമുട്ട് നീങ്ങിപ്പോകുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കുന്നതൊക്കെ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഒരു പ്രയാസം വന്നാൽ ഞാനൊക്കെ ബുദ്ധിമുട്ടിലാണല്ലോ എന്ന് കരുതി ടെൻഷൻ അടിക്കരുത്. അത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഈ പ്രയാസം നീങ്ങിപ്പോകും. അപ്പോൾ പ്രയാസം നീങ്ങിപ്പോകുന്ന സുഖം ലഭിക്കൽ എങ്ങനെയാണ്? ആദ്യം നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോഴേ ആ പ്രയാസം നീങ്ങിപ്പോകുന്ന സുഖം നമുക്ക് ലഭിക്കുകയുള്ളൂ. അന്ന മഅൽ ഉസ്രി, ഒരു പ്രയാസത്തോടു കൂടെയാണ് എപ്പോഴും യുസ്ര, എളുപ്പങ്ങൾ ഉണ്ടാവുക. നമുക്ക് ജീവിതത്തിൽ നല്ലൊരു കാലം നമുക്ക് വരാനുണ്ടെങ്കിൽ അതിനു മുമ്പ് കുറേ പ്രയാസങ്ങളുള്ള സമയങ്ങളുണ്ടാകും. നമുക്ക് പഠനം കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ഉപകാരങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ പഠിക്കുന്ന കാലം എന്നുള്ളത് കുറച്ച് പ്രയാസങ്ങൾ സഹിക്കാനുള്ളത്. അപ്പോൾ കുറഞ്ഞ കാലം പ്രയാസങ്ങൾ സഹിച്ചാലും ദീർഘകാലം നമുക്ക് അതിൻ്റെ ഫലങ്ങൾ കൊയ്യാം. അപ്പോൾ നന്നായി ക്ഷമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് നല്ല സഹായങ്ങളും ലഭിക്കും. ആയാലും നീ മനസ്സിലാക്കിക്കോ, അന്ന നസ്ര, തീർച്ചയായും സഹായം, മഅസ്സബരി, ക്ഷമയോട് കൂടെയാണ് ഉണ്ടാവുക. അന്നൽ ഫറജ, തീർച്ചയായും പ്രയാസങ്ങളിൽ നിന്നുള്ളൊരു വിടുതി, പ്രയാസങ്ങൾ നീങ്ങിപ്പോവൽ, മഅൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അന്ന മഅൽ ഉസ്രി, പ്രയാസത്തോടു കൂടെയാണ് യുസ്ര, എപ്പോഴും എളുപ്പങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അടുത്തൊരു ഹദീസാണ്. നബി മസ്ഊദ് ഉഖബത്ത് ബിൻ അംർ അൻസാരി അൽ ബദ്രി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമി നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹ്ഫസ്ന മാ ശിഅത. ഇതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നമുക്ക് ഒരാൾക്ക് ലജ്ജയില്ല എങ്കിൽ അയാൾ എന്തും ചെയ്യും എന്നുള്ളതാണ്. ലജ്ജ എന്നുള്ളത് ഒരു ഈമാനിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ്. ലജ്ജ ഉള്ള ആളുകൾ ഒരുപാട് തെറ്റുകളിൽ നിന്നും അയാൾക്ക് വിട്ടുനിൽക്കാൻ സാധിക്കും. ഈ ലജ്ജ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഭാകമ്പം പോലെയുള്ള ലജ്ജകളല്ല. അതുപോലെ നമുക്ക് ഒരു പ്രസംഗത്തിന് വിളിച്ചു, അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് മുന്നോട്ട് വരാനുള്ളൊരു മടി ഉണ്ടാകും. ആ ഒരു മടിയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഉളുപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ലജ്ജക്കാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലജ്ജ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലജ്ജ ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യും ആളുകളുടെ മുമ്പിൽ, അതിനൊരു ഉളുപ്പുണ്ടാവില്ല.
അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്, ലജ്ജയെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത്, അഥവാ എല്ലാ പ്രവാചകന്മാരോടും തുടക്കത്തിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടുള്ളതാണിത്. അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്തോ എന്നുള്ളത്. ഇതിലൂടെ പറഞ്ഞ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്തോ എന്നുള്ളത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനല്ല, പകരം ലജ്ജല്ലേ, ഉടുപ്പില്ലെങ്കിൽ എന്തും ചെയ്തോ എന്ന് പറയുന്നത് പോലെ ശരിക്കും നമുക്ക് ലജ്ജ ഉണ്ടാവുകയാണ് വേണ്ടത് കാര്യങ്ങളിലൊക്കെ. അപ്പോൾ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പാടില്ല, ഒക്കെ ആലോചിച്ചനുസരിച്ച് ഒക്കെ നമുക്ക് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, ഹദീസിലേക്ക് നോക്കാം. عن أبي مسعود عقبة بن عمرو الأنصاري البدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم താൻ റസൂൽ പറഞ്ഞു, ഇന്ന മിമ്മ അദ്റക الناس من كلام النبوة الأولى إذا لم تستحي فاصنع ما شئت. ഇന്ന മിമ്മ അദ്റക الناس ജനങ്ങൾക്ക് എത്തിയ ഒന്നിൽപ്പെട്ടതാണ്. എന്തിൽ നിന്ന്? മിൻ കലാമിൻ നുബുവത്തിൽ ഊല, പ്രവാചകത്വ സംസാരങ്ങളിൽ നിന്ന്, ആദ്യ സമയങ്ങളിലുള്ള സംസാരങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിച്ച ഒന്നിൽപ്പെട്ടതാണ്. എന്താണ് ആ കാര്യം? ഇദാലം തസ്തഹ്, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ, ഫസ്ന മാഷ, നീ ഉദ്ദേശിക്കുന്നതൊക്കെ നീ ചെയ്തോ എന്നുള്ളത്. ഇന്ന മിമ്മാ അദ്റകന്നാസു, ജനങ്ങൾക്ക് എത്തിയ ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. മിൻ കലാമിൻ നുബുവത്തിൽ ഊല, പ്രവാചകത്വ സംസാരങ്ങളിൽ നിന്ന് ആദ്യത്തിൽപ്പെട്ടതാണ്. ആദ്യം തന്നെ, അഥവാ തുടക്കത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇദാലം തസ്തഹ് ഫസ്ന മാ ശിഅ്ത, നിങ്ങൾക്ക് ലജ്ജ ഇല്ലെങ്കിൽ നിങ്ങൾ തോന്നിയ പോലെ ചെയ്തോളി. ഫസ്ന, അപ്പോൾ നിങ്ങൾ ചെയ്തോ, മാ ശിഅ്ത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്ന്. അപ്പോൾ ലജ്ജ വേണം. ലജ്ജ അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിലും കാണാം. ലജ്ജ എന്നുള്ളത് ഖൈറിനെ അല്ലാതെ കൊണ്ടുവരികയില്ല എന്നുള്ളതാണ്. അപ്പം അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈർ. നമുക്ക് അടുത്ത ഹദീസിലേക്ക് കടക്കാം. അൻ അബി അംർ വഖീല, അബി അംർ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് റാഫിമാർ സംശയമുണ്ട്. ഖുൽതു യാ റസൂലല്ലാഹ്, അബി അംർ സുഫിയാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിച്ചു, ഖുൽ റസൂലേ, കുല്ലി എനിക്ക് പറഞ്ഞു തരിക, ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ ഖൗലിനൊരു കാര്യത്തെ, ലാ അസ്അലു ഞാൻ ചോദിക്കുകയില്ല, അൻഹു അതിനെ തൊട്ട്, അഹദൻ ഒരാളോട്, ഗൈറക താങ്കളല്ലാത്ത ഒരാളോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുകയോ ഒന്നുമില്ല. അങ്ങനെയുള്ള എനിക്കൊരു നല്ലൊരു കാര്യം എനിക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൽ നീ പറയുക, ആമന്തു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ട്. സുമ്മ പിന്നെ ഇസ്തഖിം, നീ നേരെയാവുക, നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുക. അത്രമാത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ അംർ സുഫിയാൻ തങ്ങൾ ഒരു ഉപദേശം ചോദിച്ചതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, കുൽ നീ താങ്കൾ പറയുക, ആമന്തു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുക. സുമ്മ ഇസ്തഖിം, പിന്നെ നീ നേരെയാവുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ പാതയിലാവുകയും ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. 3 ഹദീസാണ് നമ്മൾ പറഞ്ഞത്. കുൽ താങ്കൾ പറയുക, ആമന്തു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ഇസ്തഖിം, പിന്നെ നേരെയാകുന്ന നല്ല നിലയ്ക്ക് ജീവിക്കുകയും ചെയ്യുക. എല്ലാത്തിനും അർത്ഥങ്ങൾ, കിട്ടാത്ത അർത്ഥങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കാം. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.